ഇപ്പോൾ ക്രിപ്റ്റോയുടെ ഫണ്ട് റൈസിംഗ് ഇവന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നിന്ന് 3 സ്റ്റേജ് വഴി അവർ ഓൾറെഡി ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. പ്രൊജക്ട് ഡെവലപ്പായി ടെസ്റ്റ് നെറ്റ് എത്തി ടോക്കൺസ് മിന്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ടോക്കൺസ് ആൾക്കാരിലേക്ക് എത്തിക്കുക, സാധാരണ പബ്ലിക്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ പ്രധാനമായിട്ടുള്ള 3 മെത്തേഡ്സ് ഉണ്ട്. അതാണ് ICO, IEO, IDO എന്ന് പറയുന്നത്. ഇത് മൂന്നും ഒരു ടോക്കൺ പബ്ലിക്കലി സാധാരണക്കാരിലേക്ക് എത്തുന്ന ആദ്യത്തെ സ്റ്റേജ് ആണ്. ഇതിൽ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ICO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ് എന്നാണ്. അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏറ്റവും ആദ്യം ആ ടോക്കൺസ് പബ്ലിക്സിന് അവൈലബിൾ ആകുന്ന സമയം. ICO പോലെ തന്നെ മറ്റ് 2 മെത്തേഡ്സ് ഉണ്ട്. അതാണ് IDO അല്ലെങ്കിൽ IEO എന്ന് പറയുന്നത്. IDO എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡെക്സ് ഓഫറിംഗ്, അതായത് അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ഡെക്സിൽ നമ്മൾ ടോക്കൺ കൊണ്ടുപോയിട്ട് ലോഞ്ച് ചെയ്യുക, ലിക്വിഡിറ്റി ആഡ് ചെയ്യുക, ടോക്കൺസ് ലോഞ്ച് ചെയ്യുക. പിന്നീടുള്ള മറ്റൊരു മെത്തേഡാണ് IEO എന്ന് പറയുന്നത്. IEO എന്ന് വെച്ചാൽ ഇനീഷ്യൽ എക്സ്ചേഞ്ച് ഓഫർ എന്നാണ് പറയുക. സോ ബേസിക്കലി ഈ ടോക്കൺസ് പബ്ലിക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ടോക്കൺ ഫസ്റ്റ് ടൈം ലോഞ്ച് ചെയ്യുക. ഭൂരിഭാഗവും ഒരു ചെറിയ എക്സ്ചേഞ്ച് ആയിരിക്കും ഇവർ IEOക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക.